നിങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നില്ലേ? ടൈം ആയിട്ടില്ല, ഞങ്ങൾ എത്തിക്കൊണ്ട്. എന്താണ് പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട്? നീ എത്ര മണിക്ക് വരാന്ന് പറഞ്ഞു? എന്താ ഉദ്ദേശം? നിന്നോട് എന്താ എന്റെ തീരുമാനം? എന്ത് തീരുമാനം? ഇന്ന് അവളെ കാണുന്നു, സോറി പറയണു, സംഭവം അവസാനം, അത്രേ ഉള്ളൂട്ടാ. ഇവന്തിനാണ് അവളോട് സോറി പറയണത്? ഇവൻ അവൾ എന്തെങ്കിലും ചെയ്താ? എന്റെ പൊന്നു മോനെ, അവള് പ്രിൻസിയോട് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. അവളെങ്ങാനും കംപ്ലൈന്റ് ചെയ്ത എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കും. പിന്നെ പെണ്ണ് കേസാണ്, നാറും. ഇവിടെ ഒരു പെണ്ണിനോട് ഒരു പ്രാവശ്യം ഐ ലവ് എന്ന് പറഞ്ഞ പിടിച്ച് പുറത്താക്കണേ ഈ ക്യാമ്പസിൽ ഒരൊറ്റ ആമ്പിള്ളേരുണ്ടാവില്ല, അതറിയാം നിങ്ങൾക്ക്? അത് ശരി. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. 1-2 പ്രാവശ്യം ഞാൻ ഇട്ടുന്നില്ല. എന്നാ ഞാൻ എണ്ണിട്ടുണ്ട് 5 പ്രാവശ്യമാണ്. ചിരിക്കണ്ട, നാണാവില്ലടാ. 5 പ്രാവശ്യം അവള് നിന്റെ മുഖത്തടിക്കാത്ത അവളെ മര്യാദ. ഇടത്താണ് ഞാൻ പറയണത്, അവൾക്ക് എന്തോ ഒരു ഇഷ്ടം എന്നോടുണ്ട്. അല്ലെങ്കിൽ ഈ നെഞ്ചി തട്ടിയുള്ള സ്നേഹം ഇപ്പൊ പിള്ളേരൊക്കെ വൈകിയാണ് മനസ്സിലാക്കണം. ഈ ധൈര്യമായിട്ട് പ്രേമിച്ചിടങ്ങത്തെ ഞാൻ കൂടെ. ഏത് ഊള കാമുകനുണ്ടാവും ഇതുപോലെ ഒരു ഊള കൂട്ടുകാരൻ? എങ്ങനെ സെറ്റായി വരുന്നാണോ? എന്റെ വാപ്പറഞ്ഞ എന്നെ കൊല്ലു, ഉറപ്പാ. എന്ത്? ഇവൻ അവളോട് ഐ ലവ് പറയണേ, നിന്റെ വാപ്പ നിന്റെ അതന്നെ ഞാൻ ചോദിക്കണേ, നീ എന്തിനാ ചാവാ നിൽക്കണ്ട? പ്രിൻസി പുറത്താക്കുമ്പോ നമ്മൾ 3 പേര് ഒരുമിച്ച് പുറത്താക്കുമല്ലോ. തിക്ക് ഫ്രണ്ട്സ് ആണല്ലോ. പിന്നെ പൊന്നാരനെ ആ കഴിഞ്ഞിട്ടെ നീ അവളോട് സോറി പറയുന്നു, സംഭവം ഒക്കെ ആക്കുന്നു. ഇന്നെല്ലാം ശരിയാവും. നീ സോറി പറയും, എല്ലാം ശരിയാവും. ഓക്കെടാ, ഇന്ന് ഞാൻ സോൾവ് ആക്കും. കറക്റ്റ് ടൈമാണല്ല, ഇപ്പൊ തന്നെ പറഞ്ഞു, ഒന്നും നോക്കണ്ട. മൊട്ടയ്ക്ക് വാലില്ലാന്ന് മാത്രം. ശരിയാ. വായി നോക്കികൾ അവിടെ നിൽക്കുന്നുണ്ട്, മൈൻഡ് ചെയ്യണ്ട, നേരെ നടന്നോ. ഈ പ്രാവശ്യത്തെ കലാപരിപാടികൾ നന്നാവും കേട്ടോ. അതെ അതെ. ഞാനൊരു കാര്യം പറയാം നിഷേ, നീ ഇത് പ്രിൻസിപ്പാളിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാത്തടത്തോളം കാലം അവ നിന്റെ പിന്നിന്ന് മാറില്ല. നിക്കണ്ട പോരെ, അവൻ എന്താ പറയാനുള്ളത് നോക്കാം. ഇന്നെന്താണോ പുതിയ കാര്യം? പറയടാ. എന്റെ മനസ്സിലെ സ്നേഹം ഞാൻ തുറന്നു പറഞ്ഞപ്പോ നിനക്കത് തമാശ. നീ അത് പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്യും. കംപ്ലൈന്റ് ചെയ്തു വരും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെ പോവാണെങ്കിൽ എൻ്റെ നിൻ്റെയും കോഴ്സ് കഴിയും. നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഇനി ലൈഫിൽ നമ്മളൊരു പക്ഷെ കണ്ടു തന്നെ വരില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ നിൻ്റെ പിന്നെ കൂടെ നടന്ന് നിന്നെ ശല്യം ചെയ്യണ പോലെ നാളെ എൻ്റെ മക്കള് നിൻ്റെ മക്കളുടെ പിന്നെ കൂടെ നടന്ന് ശല്യം ചെയ്യും. അതില്ലാതാക്കാനായിട്ട്, അത് ഭാവിയിൽ നിന്ന് ഒഴിവാക്കാനായിട്ടെങ്കിലും അവരെ നമുക്ക് നമ്മുടെ മക്കളായിട്ട് വളർത്തിക്കൂടെ? എന്ത്? പറഞ്ഞാലും മനസ്സിലാവില്ല. ഇത്ര ചിരിക്കണേ. അവന്മാർ ചിരിക്കണേ എന്തിനാ?